ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പച്ചമാങ്ങ വെച്ച് ഒരു കിടിലൻ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ എല്ലാവർക്കും കിട്ടുമല്ലോ. ഈ പച്ചമാങ്ങ കിട്ടുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നോക്കാം പച്ചമാങ്ങ വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് പച്ചമാങ്ങ നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് നമ്മളൊരു ഗ്രേറ്ററിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലത്തെ 2 മാങ്ങയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഇതുപോലത്തെ 1 സ്പൂണ് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി അതൊരു ഇടികള്ളിലിട്ടിട്ട് ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കുറവല്ലേ ഉള്ളൂ, അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്നാവുകയും ചെയ്യും. ഇതുപോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതിലേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. കടലയും നമ്മുടെ എന്താ പറയുക, ഈ ഉഴുന്ന് പരിപ്പ് അതൊക്കെ കുറച്ച് അധികം ഇട്ടിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇത് നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് മധുരവും പുളിയും എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ചെറിയ കഷ്ണം. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച കടുകിൻ്റെയും ഉലുവയുടെയും പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുകൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. വേവിച്ച ചോറ് ഇട്ട് കൊടുക്കാം. ഇത് പച്ചരി ചോറാണ് കേട്ടോ. ഇതിന് പകരം പുഴുങ്ങലരി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാണ് കേട്ടോ. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാ മാംഗോ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, മിക്സ് ചെയ്തപ്പോൾ അടിപൊളി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.